ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം 1 വീക്കിന് മോറായിട്ടും ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അനിയത്തി ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ ചേച്ചിൻ്റെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. രാവിലെ എണീച്ച് നമ്മൾ ഫുഡ് വേണമല്ലോ, ട്രെയിനിൽ നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചപ്പാത്തിയും അതിനെന്തോ ഒരു ഉള്ളിക്കറി, അതെ അതും ഉണ്ടാക്കി ഗൈസ്. ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ ഇത്രയും നല്ല ചപ്പാത്തി ഉണ്ടാക്കുമായിരിക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു, അതായത് ചപ്പാത്തി ഉണ്ടാക്കി. ഇനി എൻ്റെ വിശേഷങ്ങൾ എൻ്റെ പോയിന്റിലോട്ട് വരാം. അപ്പോൾ ഞാൻ രാവിലെ അണിച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച ശേഷം ഞങ്ങൾ രണ്ടാളും റെഡി. എന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല, അതിട്ടില്ല, ഇതിട്ടില്ല, ബട്ട് എൻ്റെ ഉണ്ണി എന്തൊക്കെയോ പറഞ്ഞു. അതിന് ശേഷം ഒരു കട്ടൻ ചായ അടിച്ചു ഗൈസ്. പിന്നെ നമ്മൾ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് പെറുക്കി വണ്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ശക്തിവേലേട്ടൻ ഇത്രയും നല്ല മനുഷ്യനായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നു. പോണത് അവളാണെങ്കിലും കുറച്ച് ജാടിയും ഷോയും കാണിക്കണമല്ലോ നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 4 മണി സമയത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനെത്തി. അവിടെ എത്തിയ പാടെ തന്നെ ഫുള്ള് മഴ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ എൻ്ററായി. 6th പ്ലാറ്റ്ഫോമായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ കൂടെ എല്ലാവരും ഫ്രണ്ടിൽ കൂടെ വരും, ഞങ്ങൾ ബാക്കിൽ കൂടെ പോയി, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അവളുടെ ബാഗ് അവൾക്ക് തൂക്കാൻ വയ്യാണ്ട് ആ ബാഗ് ഞാൻ ഏറ്റി ഗൈസ്. അപ്പോൾ ഓൾറെഡി അവിടെ ട്രെയിൻ വന്നതുകൊണ്ട് ഞങ്ങൾ പോയി ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ച് സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ട്രെയിൻ എടുക്കുന്നത് 5:45-നാണ്. പക്ഷേ ആസ് യൂഷ്വൽ എപ്പോഴും ട്രെയിൻ കറക്റ്റ് സമയത്തിന് എടുക്കില്ലല്ലോ. അപ്പോൾ ആ 5:45-ന് എടുക്കേണ്ട ട്രെയിൻ 6:15 കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ രമ്യയ്ക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവർ നഴ്സിങ്ങിൻ്റെ എക്സാമിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രമ്യ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നടക്കാൻ ഇത്രയും ദൂരം പോണതിൻ്റെ. പൊതുവേ ഇവൾ എവിടെ പോയാലും മര്യാദയ്ക്ക് ഇരിക്കില്ല. 2 ദിവസം കഴിഞ്ഞ് വീട്ടുകാരനെ കാണണം, അങ്ങനെയുള്ള ഫീലിങ്സ് ഉള്ള ഒരാളാണ്. പക്ഷേ ഇപ്രാവശ്യം ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണ് ഗൈസ്. ചെറുതായിട്ടൊക്കെ സങ്കടമായി, കുട്ടിക്ക് കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വന്നു. എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അവളെ വിട്ടിട്ട് വന്നു ഗൈസ്. അതിന് ശേഷം ഞാനും അച്ഛനും താഴെ ഇറങ്ങി പോലാണ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ട്രെയിൻ കാണുമ്പോൾ തല കറക്കും. അപ്പോൾ അതിൻ്റെ ചെയിനിൽ തന്നെ ഡബിൾ ഡക്കറായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് ഇടുങ്ങിയ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ചെയറും കാര്യങ്ങളും അതിലുള്ള കറങ്ങുന്ന ചെറക്കായിരുന്നു, സൂപ്പറായിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ വണ്ടിയുടെ അടുത്ത് വന്നു. കയറിയിട്ട് നല്ല ബ്ലോക്കായിരുന്നു. അതായത് ഒരു 6:30 ആയിട്ടുണ്ടാവുള്ളൂ. അതും പിടിക്കും തന്നെ കോയമ്പത്തൂർ ബ്ലോക്ക്. അതിനുശേഷം ഞങ്ങൾ ഒരു ചായ അടിക്കാൻ വേണ്ടി വന്നു. തണുപ്പത്ത് നല്ല അടിപൊളി ചായ കിട്ടുമ്പോൾ അതിൻ്റെ വേറെ രസമല്ലേ. ഞാൻ വേറെ ചായയും തേങ്ങാപ്പനും വെച്ചു. അതിനുശേഷം അത് വേണ്ട അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ചായയും ബിങ്കോ ആക്കി. അന്നേരം കുറച്ച് ദൂരം വന്ന ശേഷം വീണ്ടും ചായ കുടിക്കണം പറഞ്ഞു. ഇവർക്കൊന്നും ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ വീഡിയോ എത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.